മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. രാജാക്കാട് ദിവ്യജ്യോതി പാരീഷ് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. രാജാക്കാട് ദിവ്യജ്യോതി പാരീഷ് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഒരു ഹരിതസഭയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാലിന്യമുക്ത നവകേരളം എന്നതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്, ഒരു ക്യാമ്പയിനാണ് നമ്മൾ മാലിന്യമുക്ത നവകേരളം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഒക്ടോബർ 2 മുതൽ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മൾ വാർഡ് തലത്തിൽ ക്ലീനിങ് നടത്തി, അതുപോലെ പഞ്ചായത്ത് തല ക്ലീനിങ് നടത്തി. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇത് മാർച്ച് 30 പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ ഹരിതസഭയിൽ അവതരിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി മറുപടി നൽകുകയും ചെയ്തു. അർജുൻ വി അജയൻ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിനി തോമസ്, അംഗങ്ങളായ ബെന്നി പാലക്കാട്, ബിജി സന്തോഷ്, വീണ അനൂപ്, സതി കുഞ്ഞിമോൻ, പുഷ്പലത സോമൻ, അധ്യാപകർ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്.